സെക്രട്ടേറിയറ്റിന് മുന്നിലെ സിബിഐ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഓരോ ദിവസവും വ്യത്യസ്തമായ സമരമുറകളിലൂടെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. പോലീസ് യൂണിഫോം എന്ന സ്വപ്നത്തിനു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും മൈമിലൂടെ അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ചെറുപ്പം മുതൽ ആഗ്രഹിച്ച പോലീസ് യൂണിഫോം, അതിനുവേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ചുള്ള പഠനം. കാലിലൊക്കെ ചെറിയൊരു ഇഞ്ചറി പറ്റിയായിരുന്നു. ആ കാലം വെച്ചുകൊണ്ട് ചെയ്യേണ്ട. ഡോക്ടറും പറഞ്ഞായിരുന്നു ഇയാൾക്ക് പറ്റത്തില്ല, മുട്ടിന് ഡിസ്ലൊക്കേഷൻ വരും എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. വീട്ടുകാരോട് ഒരുപാട് വഴക്കിട്ടിട്ടാണ് ഇറങ്ങി ഫിസിക്കലും ചെയ്ത് വീട്ടിൽ വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് കാലിൽ എന്തെങ്കിലും ഇഞ്ചറി പറ്റിയാൽ തൈലം ഇടുന്നതും ചൂട് പിടിക്കുന്നതും എല്ലാം. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കട്ടിൻ്റെ അടിയിൽ ടോർച്ച് ലൈറ്റ് വെച്ച് വരെ പഠിച്ച് കയറി വന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും റാങ്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ SC കാറ്റഗറി പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ഉറപ്പിച്ചു ഞാൻ എനിക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചു. സർക്കാർ വിചാരിച്ചാൽ ഒരു ദിവസം മതി പ്രശ്ന പരിഹാരത്തിന്. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. തന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചവരുമുണ്ട് കൂട്ടത്തിൽ. ജോലി കിട്ടിയില്ലെങ്കിലും ഞാൻ ഗൾഫിലേക്കോ മറ്റോ പോവേണ്ടി വരും. അവിടെ കിടന്ന് ഏതെങ്കിലും വീട്ടു ജോലി ചെയ്താൽ മാത്രമേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. എനിക്കൊരു വീട് പോലും ഇല്ല. താഴെ ഒരു കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത്. 2 റൂമിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സ്ഥലമില്ലാതെയാണ് ഞാൻ അവിടെ കഴിഞ്ഞു പോകുന്നത്. ഒരു വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അത് ഇനി എനിക്കുണ്ടാവണമെങ്കിൽ ഞാൻ കേരളം വിടണം, ഇന്ത്യ തന്നെ വിട്ട് വേറെ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കി വന്നാൽ മാത്രമേ എനിക്കിനി ഒരു നല്ലൊരു ജീവിതം എനിക്ക് പടുത്തുയർത്താൻ പറ്റത്തുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർ ഇന്ന് കോമാളികളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നു, ഭിക്ഷയാചിക്കുന്നു, കണ്ണുകെട്ടി പ്രതിഷേധിക്കുന്നു, കല്ലുപ്പിൽ നിന്നുകൊണ്ടും പ്രതിഷേധിക്കുന്നു. നിയമനമില്ലേ സർക്കാരെ, ജോലി എവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു. പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. പ്രതിഷേധം ശക്തമാക്കുമ്പോഴെങ്കിലും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.